ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു ദ നെക്സ്റ്റ് സെഷൻ ഓഫ് അവർ ക്ലാസ്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത മൊത്തം nth ടേം ഓഫ് NAP, അത് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്ന ഒരു പാറ്റേണും അതിന്റെ ട്രിക്കി മെത്തേഡ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് nth ടേം കണ്ടുപിടിക്കുന്നതിന് വേറൊരു പാറ്റേണും നമുക്ക് ഡിസ്കസ് ചെയ്യാം. nth ടേം ഓഫ് NAP ഫ്രം ദ ലാസ്റ്റ് ടേം. സാധാരണ എക്സാമിന് വരാനുള്ളതാണ്. ഒരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് ടേംസ് തന്നിട്ട് അതിന്റെ ഒരു ലാസ്റ്റ് ടേമും തരും. ഈ ലാസ്റ്റ് ടേമിൽ നിന്ന് 15th ടേം എത്രാമത്തെയാണ്, അല്ലെങ്കിൽ ലാസ്റ്റ് ടേമിൽ നിന്ന് 10th ടേം എത്രാമത്തെയാണ്, അങ്ങനെയൊക്കെ ആയിരിക്കും സാധാരണ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇവിടെ ലാസ്റ്റ് ടേമിൽ നിന്ന് nth ടേം കണ്ടുപിടിക്കുന്ന ഒരു പാറ്റേൺ ആണ് an equal to l minus l refers to the last term of the sequence, n minus 1 into d. n എന്താണ്? നമ്പർ ഓഫ് ടേംസ് ഇൻ ദ സീക്വൻസ് ആണ്. ആൻഡ് d refers to the common difference. എങ്ങനെയാണ്? എൽ മൈനസ് എൻ മൈനസ് 1 into d. നമ്മൾ നേരത്തെ പറഞ്ഞ nth ടേമിന് ഇക്വേഷൻ എന്തായിരുന്നു? an ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 into d. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ ഫസ്റ്റ് ടേമിൽ നിന്ന് നോക്കുന്നു, ഇത് ലാസ്റ്റ് ടേമിൽ നിന്ന് നോക്കുന്നു. നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് നോക്കിയപ്പം ചെയ്തൊരു കാര്യം ഓർമ്മയുണ്ടോ? നമ്മൾ തേർഡ് ടേമിൽ നിന്ന് 5th ടേമിലേക്ക് എത്താനും തേർഡ് ടേമിൽ നിന്ന് 7th ടേമിലേക്ക് എത്താനും എന്ത് ചെയ്തു? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തെങ്കിൽ തൊട്ട് മുൻപിലുള്ള ടേമിൽ നിന്ന് 5th ടേമിൽ നിന്ന് തേർഡ് ടേമിലേക്ക് എത്താൻ എന്ത് ചെയ്തു? കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്തു. സെയിം പാറ്റേൺ ആണ് ഇവിടെ. കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യുവാണ്. ഓക്കെ, എൽ മൈനസ് എൻ മൈനസ് 1 into d. ഓക്കെ, ഇവിടെ ഫൈൻഡ് ദ 8th ടേം ഫ്രം ദി എൻഡ് ഓഫ് ദി AP 7, 10, 13 etc. up to 184. ഇവിടെ 8th ടേം കാണണം. ലാസ്റ്റ് ടേം 184 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ലാസ്റ്റ് ടേം എത്രയാണ്? 184 ആണ്. കോമൺ ഡിഫറൻസ് എത്രയാണ്? കോമൺ ഡിഫറൻസ് 10 minus 7 it is 3. കോമൺ ഡിഫറൻസ് 3 ആണ്. ലാസ്റ്റ് ടേം 184 ആണ്. ഇനി ലാസ്റ്റ് ടേമിൽ നിന്ന് 8th ടേം എത്രാമത്തെയാണെന്നാണ് ചോദിക്കുന്നത്. x8. ലാസ്റ്റ് ടേമിൽ നിന്ന് കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ 8ാമത് വരുന്ന നമ്പർ ഏതാണ്? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതിനു വേണ്ടിയിട്ട് നമുക്ക് ലാസ്റ്റ് ടേം എത്രയാണെന്നറിയാം? 184 ആണെന്ന് അറിയാം. ലാസ്റ്റ് ടേമിൽ നിന്ന് nth ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ? എൽ മൈനസ് എൻ മൈനസ് 1 into d. ഇവിടെ എൽ എത്രയാണ്? എൽ റെഫേഴ്സ് ടു ദി ലാസ്റ്റ് ടേം, ദാറ്റ് ഈസ് 184. എത്രാമത്തെ ടേം ആണ് കണ്ടുപിടിക്കണ്ടേ? 8th ടേം ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അപ്പോ n എത്ര? ഇവിടെ 8 ആണ്. മൈനസ് 8 മൈനസ് 1 into കോമൺ ഡിഫറൻസ് എത്രയാ? 3. ഓക്കെ, കോമൺ ഡിഫറൻസ് വരുന്നത് 3 ആണ്. സോ 184 മൈനസ് 8 മൈനസ് 1. 8 മൈനസ് 1 എത്രയാ? 7. 7 into 3 എത്ര വരും? 184 മൈനസ് 21 എത്ര വരാം? 163. 163 ആയിരിക്കും ലാസ്റ്റ് ടേമിൽ നിന്ന് കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ 8th ടേം ആയിട്ട് വരുന്നത്. ഓക്കെ, ലാസ്റ്റ് ടേമിൽ നിന്ന് 8th ടേമിലേക്ക് എത്താൻ എന്ത് ചെയ്താൽ മതി? എൽ മൈനസ് എൻ മൈനസ് 1 into d. പൊതുവെ നിങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് ടേം എത്രാമത്തെ ടേം ആണെന്ന് കണ്ടുപിടിക്കും. അതായത് xn ഈക്വൽ ടു 184 ഇട്ടിട്ട് n എത്രയാണെന്ന് കണ്ടുപിടിക്കും. ഓക്കെ, n എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് 8 ടേം പുറകോട്ട് കൗണ്ട് ചെയ്യും. അതൊരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് ടേം ആയിരിക്കും, അത് എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ. എന്നിട്ട് ആ ടേമിന്റെ എന്ത് ചെയ്യണം? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ നോക്കും. അത്രയും കിടന്ന് കുഴഞ്ഞു പറയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എളുപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പാറ്റേൺ യൂസ് ചെയ്താൽ ചെയ്യാൻ പറ്റും. എന്താ ചെയ്തേ? എൽ മൈനസ് എൻ മൈനസ് 1 into d. ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കിയാലോ. ഫൈൻഡ് ദ ഫോർത്ത് ടേം ഫ്രം ദി എൻഡ് ഓഫ് ദി AP. ഇവിടെ ലാസ്റ്റ് ടേം വരുന്നത് 49 ആണ്. കോമൺ ഡിഫറൻസ് വരുന്നത് എന്താ വരിക?
-8 മൈനസ് ഓഫ് -11. എന്താ ചെയ്തേ? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പുറകിൽ നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ കോമൺ ഡിഫറൻസ് എന്താണോ അത് തന്നെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്തു. സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യുമ്പോൾ -8 മൈനസ് ഓഫ് -11. നെഗറ്റീവ് ഓഫ് എ നെഗറ്റീവ് നമ്പർ ഇറ്റ് ഈസ് എ പോസിറ്റീവ് നമ്പർ. ദാറ്റ് ഈസ് -8 പ്ലസ് 11. എത്ര വരിക? 3. കോമൺ ഡിഫറൻസ് ഇവിടെ വരുന്നത് 3 ആണ്. ലാസ്റ്റ് ടേം വരുന്നത് 49 ആണ്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ടേമിൽ നിന്ന് എത്രാമത്തെ ടേം അറിയണം? 4ാമത്തെ ടേം എത്രയാണെന്ന് അറിയണം. ഓക്കെ, അപ്പോ x4 not x4 that is a4 ഫോർത്ത് ടേം അറിയാൻ എന്ത് ചെയ്തു? ലാസ്റ്റ് ടേം l മൈനസ് n-1 into d. ലാസ്റ്റ് ടേം എത്രയാ? 49 മൈനസ് n-1 that is 4 minus 1 into common difference is 3. 49 minus 3 times 3. 49 minus 9 that is 40. ഈസി ആയിട്ട് കിട്ടിയില്ലേ? നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. 49 എത്രാമത്തെ ടേം ആണെന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് 4 ടേം പുറകോട്ട് നോക്കിയിട്ട് നമ്പർ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് നമുക്ക് സോൾവ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദ കോമൺ ഡിഫറൻസും ലാസ്റ്റ് ടേമും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറകിൽ നിന്നും അതായത് ലാസ്റ്റ് ടേമിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? എത്രാമത്തെ ടേം വേണേലും കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ nth ടേം ബേസ് ചെയ്തിട്ട് 2 പാറ്റേൺ പഠിച്ചു. ഒന്ന് ഫസ്റ്റ് ടേമിൽ നിന്ന് എത്രാമത്തെ ടേം വേണേലും കണ്ടുപിടിക്കാം. രണ്ടാമത് ലാസ്റ്റ് ടേമിൽ നിന്നും ഒരു പെർട്ടിക്കുലർ ടേം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. രണ്ടിനും ഇക്വേഷന് ചെറിയ വ്യത്യാസമുണ്ട്. ഫസ്റ്റ് ടേമിൽ നിന്ന് കണ്ടുപിടിക്കുമ്പോൾ a പ്ലസ് n-1 into d. ലാസ്റ്റ് ടേമിൽ നിന്നാണ് നോക്കുന്നതെങ്കിലോ l refers to ലാസ്റ്റ് ടേം l minus n-1 into d. ഓക്കെ, ഇക്വേഷൻ തമ്മിൽ മാറിപ്പോവാതെ ശ്രദ്ധിച്ചോണം. ഓക്കെ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് k if x 2x plus k 3x plus 5 are consecutive terms in AP. ഫസ്റ്റ് സെഷനിൽ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? അരിത്തമെറ്റിക് മീൻ. ഇത് അരിത്തമെറ്റിക് മീൻ ആണോ അല്ലയോ എന്നെങ്ങനെ മനസ്സിലാവും? ഇവിടെ 3 ടേംസ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാ? x 2x plus k 3x plus 5. x 2x plus k 3x plus 5. മൂന്ന് ടേംസ് തന്നെയല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്? 3 ടേംസ് വന്നാൽ മിഡിൽ ടേം കണ്ടുപിടിക്കാൻ if a, b and c are in arithmetic progression, if a, b, c are in arithmetic progression, then we can say that b equal to a plus c divided by 2. എന്ത് ചെയ്താൽ മതി? എക്സ്ട്രീം ആയിട്ട് കിടക്കുന്ന 2 നമ്പേഴ്സ് ഉണ്ടല്ലോ, എയും സിയും തമ്മിൽ ആഡ് ചെയ്യുക, പകുതി എടുക്കുക. ഓക്കെ, എന്താണ് ഈ എക്സ്ട്രീം ആയിട്ട് വന്നിരിക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാ? എക്സും 3x plus 5. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഹാഫ് എടുത്താൽ എന്ത് കിട്ടും? കെയുടെ വാല്യൂ കിട്ടും. നോക്കിയാലോ. സോ ബി എന്ന് പറയുന്നത് ഇവിടെ എന്താ? 2x plus k ആണ്. ഇറ്റ് വിൽ ബി ഈക്വൽ ടു x plus 3x plus 5 divided by 2. എന്താ വരിക? 2x plus k equal to x plus 3x. x ഉം 3x ഉം കൂടെ ആഡ് ചെയ്താൽ എന്ത് വരും? 4x. ഒരു എക്സിന്റെ കൂടെ 3x കൂടെ കൂട്ടിയാൽ മൊത്തം എത്ര x വരും? 4x വരും. 4x. 4x plus 5 divided by 2. ഒരു കാര്യം ശ്രദ്ധിച്ചോണം, 4x ഉം 5 ഉം കൂടെ ആഡ് ചെയ്തിട്ട് 9x ഒന്നും എഴുതി വെക്കരുത് കേട്ടോ. അതൊക്കെ മണ്ടത്തരമാണ്. ഇതെന്തുകൊണ്ടാ? ഇവിടെ x ഇല്ല. 5ന്റെ കൂടെ x ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് ശ്രദ്ധിച്ചോണേ. ഇനി നമുക്ക് എന്ത് കൊണ്ടുവരാം? 2 നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരാം. നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? 2 കൊണ്ട് മൾട്ടിപ്ലൈ എന്ത് വരും? 4x plus 2k equal to 4x plus 5.
എന്ത് ചെയ്തു? 2 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 into 2x ഇറ്റ് ഈസ് 4x. 2 into k 2k. ബാക്കി ഇവിടെ എന്തുണ്ട്? 4x plus 5 ഉണ്ട്. ഇതിനെന്തെങ്കിലും കട്ടായി പോകും? ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരേപോലെ വന്നിരിക്കുന്ന ഒരു കാര്യമുണ്ട്, 4x. 4x രണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താ ഉള്ളത്? 2k ഈക്വൽ ടു 5. അപ്പൊ കെയുടെ വാല്യൂ എത്ര വരിക? ഇറ്റ് ഈസ് 5/2 അല്ലെങ്കിൽ 2.5. ഓക്കെ, ഈക്വലിന് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഒരേപോലെ വാല്യൂസ് കൊണ്ടുവന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? അത് ക്യാൻസൽ ചെയ്യാം. എന്തുകൊണ്ടെന്നാൽ ഇഫ് വി ട്രാൻസ്ഫർ 4x ടു ദ റൈറ്റ് സൈഡ് ഓഫ് ദി ഇക്വേഷൻ എന്താവും? 4x minus 4x എന്നാവും. 4x minus 4x എന്താ അവിടെ? 0 ആണ്. അപ്പൊ അതവിടെ നമുക്ക് എന്ത് ചെയ്യണ്ട? ഒരു സ്റ്റെപ്പ് നമുക്ക് അവിടെ കട്ട് ഷോട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ 4x and 4x ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 2k equal to 5. So k will be equal to 5/2. അപ്പോ എന്തായി? x 2x plus k 3x plus 5. ഇത് മൂന്നും എന്താണ്? അരിത്തമെറ്റിക് പ്രോഗ്രഷനിലുള്ളതാണെങ്കിൽ the middle term will be sum of the extremes divided by 2. പെയർ സം ആണ്. പെയർസിന്റെ പകുതി എടുക്കുക. ഓക്കെ, പെയർ എന്താണെന്നും പെയർ സം എന്താണെന്നും ഞാൻ ആദ്യമേ പറഞ്ഞു. അടുത്ത സെഷനിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഇനിയുള്ള സെഷനിൽ വരുമ്പോഴത്തേക്ക് പറഞ്ഞുതരാന്ന് പറഞ്ഞു. നമുക്ക് ഇവിടെ നോക്കാം. നമുക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇത് എവിടെ? കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് കെ സച്ച് ദാറ്റ് k plus 2 ഒരു ടേമായി, 4k minus 6 രണ്ടാമത്തെ ടേമായി, 3k minus 2 മൂന്നാമത്തെ ടേമായി. ഇവിടെ എന്താണ് ഉപയോഗിക്കുന്നത്? ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് അരിത്തമെറ്റിക് മീൻ ആണ്. ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടേ ഇല്ല ഇത് അരിത്തമെറ്റിക് മീൻ ആണെന്നുള്ളത്. ഇത് അരിത്തമെറ്റിക് മീൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടേ ഇല്ല. നമുക്ക് ഇതെന്ത് ചെയ്യാം? യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഈ അരിത്തമെറ്റിക് മീൻ അല്ലാതെ വേറൊരു പാറ്റേണും കൂടെ ഉണ്ട് കേട്ടോ. കോമൺ ഡിഫറൻസ് ബേസ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. രണ്ട് മെത്തേഡും ഞാനിവിടെ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് അത് യൂസ് ചെയ്യാം. നമുക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ എഴുതുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ ആദ്യം നമുക്ക് നേരത്തെ ചെയ്ത പാറ്റേൺ ചെയ്ത് നോക്കാം. അരിത്തമെറ്റിക് മീൻ ബേസ് ചെയ്തിട്ട് മിഡിൽ ടേം ആയിട്ടുള്ള 4k minus 6 ഈക്വൽ ടു എന്താ വരിക? ഇവിടെ k plus 2ഉം 3k minus 2ഉം കൂടെ ആഡ് ചെയ്തിട്ട് ഹാഫ് എടുക്കാം. എന്താ വരാ? k plus 2 plus 3k minus 2 divided by 2. അപ്പൊ എന്താ? 4k minus 6 equal to ഇവിടെ നോക്കിയാല് 2 minus 2 എത്രയാ? 0. ബാക്കി എന്തുണ്ട്? k plus 3k എത്രയാ? 4k divided by 2. ഓക്കെ, അപ്പോ 4k minus 6 equal to 4k യുടെ ഹാഫ് എത്രയാ? 2k. ഇനി ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നാലോ? 4k minus 2k equal to 6. ഞാൻ മൈനസ് 6നെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു. 2k ഞാൻ എന്ത് ചെയ്തു? ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു. 4k minus 2k എത്രയാ? It is 2k. 2k equal to 6. കെയുടെ വാല്യൂ എത്ര വരും? 3 വരും. ഓക്കെ, കെയുടെ വാല്യൂ എത്ര വന്നു? 3 വന്നു. ഓക്കെ, അപ്പൊ കെയുടെ വാല്യൂ ഇവിടെ 3 വന്നില്ലേ? ഞാൻ പറഞ്ഞു ഇതിന് വേറൊരു പാറ്റേണും കൂടെ ഉണ്ട്. നമുക്ക് കോമൺ ഡിഫറൻസ് യൂസ് ചെയ്തും ചെയ്യാമെന്ന് പറഞ്ഞു. കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്താലും തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം മൈനസ് ചെയ്താലും എന്ത് തന്നെയാ? സെയിം ആൻസർ വരിക. സോ a2 മൈനസ് a1ഉം പിന്നെ ഏതാ a3 മൈനസ് a2 രണ്ടും എന്താണ്? കോമൺ ഡിഫറൻസ് ആണ്. രണ്ടിന്റെയും കോമൺ ഡിഫറൻസ് സെയിം ആണ്. എന്തുകൊണ്ട്? ഇത് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ് എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എല്ലായ്പ്പോഴും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോ a2 മൈനസ് a1, a2 എന്താ ഇവിടെ? 4k മൈനസ് 6 മൈനസ് a1 എത്രയാ? k plus 2 ഈക്വൽ ടു സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്തു ഈക്വൽ ടു തേർഡ് ടേം എന്താ? 3k minus 2 മൈനസ് ഫസ്റ്റ് ടേം എന്താ?
4k മൈനസ് 6. ഇത് മൈനസിന് ശേഷം ബ്രാക്കറ്റ് ഇടാൻ കാരണം ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നെഗറ്റീവ് ഭാഗത്തോട്ട് പോകുമ്പോൾ പോസിറ്റീവ്സ് എല്ലാം നെഗറ്റീവ് ആവും, നെഗറ്റീവ്സ് എല്ലാം പോസിറ്റീവ് ആവും. നമുക്ക് അങ്ങനെ നോക്കാം. ഇവിടെ എന്തുണ്ട്? 4k മൈനസ് 6 ഉണ്ട്. ഈ നെഗറ്റീവ് k മൈനസ് k മൈനസ് 2 ഇവിടെ ഉണ്ടായിരുന്ന പോസിറ്റീവ്സ് എല്ലാം എന്തായി മാറി? നെഗറ്റീവായി മാറി. ഈക്വൽ ടു ഇവിടെ എന്തുണ്ട്? 3k മൈനസ് 2. ഇവിടെ ഉണ്ടായിരുന്ന പോസിറ്റീവ് 4k എന്താവും? മൈനസ് 4k ആവും. മൈനസ് 6 എന്താവും? പ്ലസ് 6 ആവും. ഇനിയോ 4k മൈനസ് k, 4k മൈനസ് k എത്രയാ? 3k. മൈനസ് 6 മൈനസ് 2 മൈനസ് 8 ഈക്വൽ ടു ഇവിടെയോ 3k മൈനസ് 4k ദാറ്റ് ഈസ് മൈനസ് k. ഇതോ 6 മൈനസ് 2 പ്ലസ് 4. ഇനി ഞാൻ എന്ത് ചെയ്യുന്നാൽ ഈ മൈനസ് 8നെ ഞാൻ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു, മൈനസ് k ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു. ഇവിടെ ഓൾറെഡി 3k ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇവിടെ മൈനസ് k ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ എന്താവും? പ്ലസ് k ആവും. ഈക്വൽ ടു ഇവിടെ ഓൾറെഡി 4 ഉണ്ട്, മൈനസ് 8 അപ്പുറത്ത് പോകുമ്പോഴോ പ്ലസ് 8 ആവും. 3k പ്ലസ് 4k, 3k പ്ലസ് k ഇറ്റ് ഈസ് 4k. 8 പ്ലസ് 4 ആണെങ്കിലോ 12. ഇപ്പൊ k എത്ര വരും? 12 by 4 എത്രയാ? 3. ഈ ഒരു പാറ്റേണിൽ നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. എന്താ ചെയ്തേ? അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ എന്താ പറയാ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. കോമൺ ഡിഫറൻസ് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ എന്ത് പറയാം? രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് ഈക്വൽ ആണ് എന്ന് പറയാം. ഈ രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് ഈക്വൽ ആക്കിക്കൊണ്ടിട്ടാണ് എന്ത് ചെയ്തത്? കെയുടെ വാല്യൂ കണ്ടുപിടിച്ചത്. ഇതൊരു ബേസിക് മെത്തേഡാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന എന്താ? അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. കോൺസെപ്റ്റ് ബേസ് ചെയ്ത് നിങ്ങൾ പഠിച്ചു പോവുക. ഇക്വേഷൻ ബേസ് ചെയ്ത് പഠിച്ചു പോകുമ്പോൾ ഇക്വേഷൻ കാണാപ്പാടം പഠിക്കേണ്ടി വരും. ഇക്വേഷൻ ഒരിക്കലും കാണാപ്പാടം പഠിക്കരുത്. ഇക്വേഷൻ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ എന്ത് ചെയ്യുക? റിവിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇക്വേഷൻ മൈൻഡിൽ താനേ കയറിക്കോളും. നിങ്ങൾ ഇക്വേഷൻ കാണാപ്പാടം പഠിച്ചിട്ട് ഇത് ചെയ്യാൻ നിൽക്കുവാണെങ്കിലുള്ള പ്രശ്നം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ എവിടെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടത്തില്ല. ഓക്കെ, ഇപ്പം മാത്സ് പഠിക്കുമ്പോഴത്തേക്ക് കൂടുതൽ എല്ലാ കുട്ടികൾക്കും ഫേസ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ആണ്. ഇക്വേഷൻസ് കണ്ടമാനം പഠിക്കാനുണ്ടാവും, അതൊക്കെ എവിടെ ഉപയോഗിക്കണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുക. അപ്പൊ ഇക്വേഷൻസിനോടൊപ്പം അതിന്റെ കോൺസെപ്റ്റും കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, ആ കോൺസെപ്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ ഇക്വേഷൻസ് ഒക്കെ താനേ മൈൻഡിൽ വന്നോളും. ഒന്നും കാണാപ്പാടം പഠിക്കേണ്ടി വരില്ല. മെത്തേഡ്സ് നിങ്ങൾക്ക് എത്ര വേണേലും നമുക്ക് എന്ത് ചെയ്യാം? ഫോക്കസ് ചെയ്ത് പല മെത്തേഡിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കൊരു കമ്പാരിറ്റീവ്ലി ഈസി മെത്തേഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അരിത്തമെറ്റിക് മീൻ ആണ്. സ്റ്റെപ്സിന്റെ കൗണ്ട് കുറവാണ്. ഞാൻ ഈസി മെത്തേഡ് കൊണ്ട് ഉദ്ദേശിച്ചത് ടൈം കൺസംഷൻ കുറവായിരിക്കും. നമുക്ക് എക്സാം ടൈമിന് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ടൈം. നമുക്ക് ആകെ എല്ലാവർക്കും ഒരേ ടൈമേ കിട്ടുള്ളൂ. കുറച്ചുകൂടെ ട്രഡീഷണലി മെത്തേഡിൽ നിന്ന് ട്രിക്കി മെത്തേഡിലോട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം കൺസംഷൻ കുറച്ച് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ഓരോ ക്വസ്റ്റ്യനും വളരെ വാല്യുബിൾ ആണ്. നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഈ ഒരു സെഷനിൽ നിന്ന് നിങ്ങൾക്ക് ഒരുവിധം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്താണ് അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ കോമൺ ഡിഫറൻസിന്റെ കളികൾ എന്നുള്ളത്. ലാസ്റ്റ് ടേമിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ടേമിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു പാറ്റേൺ പഠിച്ചു. അതുപോലെ വാല്യൂ ഓഫ് കെ കണ്ടുപിടിക്കാനുള്ള ഒരു രീതിയും പഠിച്ചു അല്ലേ. അപ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ട്, കുറച്ചുകൂടെ ട്രിക്കി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓരോ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ പറ്റണം. ഓക്കെ, നെക്സ്റ്റ് സെഷനിൽ സം എന്ന് പറയുന്ന ടോപ്പിക് എടുക്കാം. ആ സെഷൻ എത്തുന്നവരെ ബൈ.